ആദ്യ തകർന്ന കെട്ടിടങ്ങൾ, ഇനി തകരാൻ പോകുന്ന കെട്ടിടങ്ങൾ. ദൃശ്യങ്ങളിലേക്കും റിപ്പോർട്ടുകളിലേക്കും നമ്മൾ കടക്കുമ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നു. ദിലീപ് ദേവസ്യ, രാഹുൽ സുരേഷ്, പ്രവീൺ പുരുഷോത്തമൻ, സജോ ദേവസ്യ, അർച്ചന രവീന്ദ്രൻ. ആദ്യം സജോയിലേക്കാണ്, കൊച്ചിയിലേക്ക്. കൊച്ചി DMO ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തകർച്ചാ ഭീഷണിയിലാണ്. അപകട ഭീഷണി കടുത്തതോടെ താൽക്കാലികമായാണ് പ്രവർത്തനം മാറ്റിയത്. കോട്ടയത്തെ അപകടത്തിന് പിന്നാലെയാണ് DMO ഓഫീസിനോട് ചേർന്നുള്ള ജനറൽ ആശുപത്രിയുടെ സൈക്യാട്രിക് വാർഡും മാറ്റിയത്. സുരക്ഷ പരിഗണിച്ച് കെട്ടിടം പൊളിച്ചു നീക്കണമെന്നും ആവശ്യമുയരുകയാണ്. സജോ ദേവസ്യ സ്ഥലത്തു നിന്നും ചേരുന്നു. സജോ, ഈ കോട്ടയത്തെ അപകടത്തോടുകൂടി തന്നെ ആശുപത്രി കെട്ടിടങ്ങളെക്കുറിച്ച് മാത്രമല്ല എല്ലാ കെട്ടിടങ്ങളെയും, ഈ അപകട ഭീഷണി നിലനിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട സമയമാണ്. പ്രതിഷേധങ്ങൾ ഉയരുന്ന സമയമാണ്. ജനങ്ങൾ അത്രയും ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിപ്പോൾ കൊച്ചിയിൽ DMO ഓഫീസുമായി ബന്ധപ്പെട്ട് ആ കെട്ടിടത്തിന്റെ സ്ഥിതി എന്താണ്? ഇത് അധികാരികൾ മനസ്സിലാക്കുന്നുണ്ടോ? റോഷി, യഥാർത്ഥത്തിൽ കോട്ടയത്തെ അപകടത്തിന് പിന്നാലെ നമ്മുടെ പബ്ലിക് യൂട്ടിലിറ്റി കെട്ടിടങ്ങൾ, അതായത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സേവനം നൽകേണ്ട കെട്ടിടങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്നത് ഓരോ ദിവസവും നമ്മൾ പോയി പരിശോധിക്കുമ്പോൾ അങ്ങനെ വെളിപ്പെട്ട് വരികയാണ്. അതിൻ്റെ ദുർബലാവസ്ഥ എത്രത്തോളമാണ്, അതിൻ്റെ അപകട ഭീഷണി എത്രത്തോളമാണ്. പക്ഷേ അതിലും വലിയ കൗതുകകരമുള്ള വസ്തുത ഇത്തരം കെട്ടിടങ്ങളെക്കുറിച്ചുള്ള സുരക്ഷാ പരിശോധന അല്ലെങ്കിൽ ബലക്ഷയ റിപ്പോർട്ടുകൾ കാലങ്ങളായി ഉള്ളതാണ് എന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രി കോമ്പൗണ്ടിനകത്താണ്. ഇതിനകത്താണ് യഥാർത്ഥത്തിൽ DMO ഓഫീസ്. DMO ഓഫീസ് എന്ന് പറഞ്ഞാൽ ജില്ലയിലെ ആരോഗ്യ സംവിധാനത്തെ ആകെ നിയന്ത്രിക്കേണ്ട ഒരു കേന്ദ്രമാണല്ലോ. നാളുകളായി പരാതി ഉന്നയിച്ച് ഒടുവിൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഓഫീസ് മാറ്റിയിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. നേരെ മുകളിലെ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയാൽ ഇതിൽ മറ്റൊരു അപകട സാധ്യത കൂടിയുണ്ട്. ഞാൻ പറയുന്നത് പോലെ ഇതൊരു ജനറൽ ആശുപത്രി കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിൽ അപകട ഭീഷണി ഉയർത്തുന്ന ഒരു കെട്ടിടം നിലനിൽക്കുമ്പോൾ അത് ഉയർത്തുന്ന ഭീഷണി എത്രത്തോളം ഉണ്ട്. ഇവിടെ നിന്ന് DMO ഓഫീസ് മാറിയാലും ആ കോമ്പൗണ്ടിനകത്ത് എത്രത്തോളം ആയിരക്കണക്കിന് ആളുകൾക്ക് തണലേകുന്ന അതൊരാലയമാണ്, തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം കമ്പിയൊക്കെ തെളിഞ്ഞിരിക്കുന്നത്. മറ്റു പല ഭാഗങ്ങളിൽ യഥാർത്ഥത്തിൽ കുറേ കാലം ഈ കമ്പി തെളിഞ്ഞതൊക്കെ പെയിൻ്റ് അടിച്ച് മാറ്റിയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അതായത് തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതായത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ ഒരു ജില്ലയിൽ നയിക്കേണ്ട കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഇത് എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മറുഭാഗത്തേക്ക് കൂടെ പോയി അതിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം. ഇതിൻ്റെ ഇന്ന് ഇവിടെ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് എതിർഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ ഞാനിതിൻ്റെ പുറത്തെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. ഇതൊരു പ്രധാനപ്പെട്ട പാത കടന്നു പോകുന്നുണ്ട്. ഇതിനോട് ചേർന്ന് സൈക്യാട്രി വാർഡ് കോട്ടയത്തെ അപകട സമയം വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. അതായത് കോട്ടയത്തെ ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഇവിടെ സൈക്യാട്രി വാർഡ് ഇതേ കെട്ടിടത്തിൻ്റെ മറ്റൊരു ബ്ലോക്കിൽ, അതായത് ഈ കെട്ടിടത്തോട് തന്നെ ചേർന്നിരിക്കുന്ന ഭാഗത്ത് പ്രവർത്തിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയുന്നത്. നമുക്ക് ഇവിടെ കാണാം ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്യന്തം പരിതാപകരമാണ്. അതിന് നാളുകൾക്ക് ഈ ഭാഗമൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതിനോട് ചേർന്ന ഒരു ഭാഗത്താണ് സൈക്യാട്രി വാർഡ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കോട്ടയത്തെ അപകടത്തിന് പിന്നാലെ അത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മതിയോ? രാത്രിക്ക് രാമായണം അങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ മാറ്റി. ഇനി ഈ കെട്ടിടം നിലനിർത്തണമോ, അല്ലെങ്കിൽ ഇതിൻ്റെ റീസ്ട്രക്ചറിങ് ആണോ വേണ്ടത്, ബലപ്പെടുത്തുകയാണോ വേണ്ടത്, അതല്ല പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നീക്കമാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. അവിടെ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനൊരു ആവശ്യമില്ലാത്ത കെട്ടിടം സുരക്ഷിതമായി അത്തരം നടപടികളിലേക്കാണ് യഥാർത്ഥത്തിൽ പോകേണ്ടത്. അതുകൊണ്ട് സുരക്ഷ, സേഫ്റ്റി, അതിന് നമ്മൾ മുഖ്യ പരിഗണന യഥാർത്ഥത്തിൽ നൽകേണ്ടതാണ്. അത് ഇപ്പോൾ ഈ കെട്ടിടം ഇവിടെ നിന്ന് ഓഫീസ്, അത് ചോർച്ചയുണ്ട്, എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം എന്നൊക്കെയുള്ള ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ നിന്ന് DMO ഓഫീസ് താൽക്കാലികമായി മാറ്റിയത്. പക്ഷെ അപ്പോഴും അവർക്ക് പെർമനൻ്റായ ഒരു ലൊക്കേഷൻ ഇല്ല. അതായത് ഈ ക്യാമ്പസിൻ്റെ, ജനറൽ ആശുപത്രി ക്യാമ്പസിൻ്റെ ഒരു ഭാഗത്തേക്ക് താൽക്കാലികമായി മാറ്റിയതാണ്. ഈ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗങ്ങളടക്കം മറ്റു ഭാഗങ്ങളിലേക്ക് ഇത് അടച്ചിട്ടിരിക്കുന്നുണ്ടാണ്. നമുക്ക് അകത്ത് കയറിയാൽ ഭീകരമായ അവസ്ഥ പലയിടങ്ങളിലും ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്ന് ലളിതമായി തന്നെ നമുക്ക് ആലോചിക്കാം. ഇതിൻ്റെ മറുഭാഗത്ത് ജനറൽ ആശുപത്രി കോമ്പൗണ്ടാണ്. ജനറൽ ആശുപത്രി കോമ്പൗണ്ടിനകത്ത് എത്ര പേർ ദിനേന വരും. അപ്പോൾ ഈ കെട്ടിടം ഏതെങ്കിലും നിലയ്ക്ക് തകർന്നു വീഴുന്ന സാഹചര്യമോ അല്ലെങ്കിൽ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ അതിനുശേഷം, എന്തെങ്കിലും ഒരു അപകടത്തിന് ശേഷം പെട്ടെന്ന് അധികാരികളൊക്കെ ഉണരും. അതിനുശേഷം, അല്ലെങ്കിൽ അപകടത്തിന് ശേഷമല്ലല്ലോ, അതിൽ പ്രിവെൻഷനാണല്ലോ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. അത്തരം അപകട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. ഇവിടുത്തെ ഓഫീസ് കെട്ടിടം ഇതിനകം, അതെയല്ലേ, ഇവിടെയൊക്കെ ഇത്തരം ഭീതിജനകമായ സാഹചര്യം ഉണ്ടല്ലേ? ഇതിനകത്തേക്കൊക്കെ രോഗികളും മറ്റുമൊക്കെ നടന്നു പോകുന്നു. ഇതൊക്കെ നടന്നു പോകണല്ലേ ഉള്ളത്. ഇതൊക്കെ ഇടിഞ്ഞു പോയാണ്ടേ കമ്പി വേണ്ട. ഇവിടെയുള്ള ആളുകൾ പറയുന്നത്, കാരണം ഇതൊരു തൊട്ട് ചേർന്നൊരു പ്രധാനപ്പെട്ട പാത കൂടിയാണ്. പുറം ഭാഗത്തേക്ക് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പാത കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് നമുക്ക് ഈ ജനങ്ങളുടെയൊക്കെ അവസ്ഥ
നമുക്ക് മനസ്സിലാകും. ഇതിനോട് ചേർത്ത് ഇപ്പോൾ ഈ ബ്ലോക്കിൻ്റെ ഒരു ഭാഗത്ത് DMO ഓഫീസ് പ്രവർത്തിക്കാൻ കഴിയുകയില്ലെങ്കിൽ ഉറപ്പായും മറ്റ് കെട്ടിടങ്ങളോ മറ്റ് രോഗികൾക്കുള്ള സേവനങ്ങളോ നൽകാൻ കഴിയും വിധം ഈ കെട്ടിടം പ്രയോജനപ്പെടുത്താനേ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ അത് പൊളിച്ചു നീക്കുക, ഒപ്പം ശുചിമുറികളും മറ്റും തുറന്നിട്ടാൽ ആളുകൾ കോട്ടയത്ത് ഇതുപോലെ ഉപയോഗിക്കും. അങ്ങനെ ഒരു അപകട സാധ്യത ഉറപ്പായും പാടില്ല. ജനറൽ ആശുപത്രി എന്നത് മികച്ച സേവനം ആളുകൾക്ക് ഉറപ്പാക്കുന്ന മെച്ചപ്പെട്ട ഡോക്ടർമാരുടെ സേവനമൊക്കെയുള്ള ഒരു സ്ഥലമാണ്. ആ ആതുരാലയത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സേഫ്റ്റി പ്രശ്നം, ഇതിൻ്റെ ഒരു സുരക്ഷാ പ്രശ്നം മാത്രമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യണം ഈ കാര്യത്തിൽ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെയാണ്. നല്ല സേവനം നൽകാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ബ്ലോക്കുകൾ അവിടെ പുതിയ ബ്ലോക്ക് പണിതിട്ടുണ്ട്. ഇതൊക്കെയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അഭിനന്ദിക്കുകയും നമ്മുടെ പൊതുജന ആരോഗ്യ സംവിധാനത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇത്തരം ഇങ്ങനെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും അത് പൊളിച്ചു നീക്കേണ്ടതാണെങ്കിൽ പൊളിച്ചു നീക്കുക, അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ്ങോ ബലപ്പെടുത്തലോ ആണെങ്കിൽ അതിലേക്ക് വളരെ വേഗത്തിൽ സംബന്ധിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. കാരണം ഇനി ഒരു മരണം സംഭവിച്ചുകൂടാ എന്നുള്ളതാണ്.